പണ്ടുള്ളവരൊക്കെ പറയില്ലേ വേണേ ചക്ക വേരയിലും കായ്ക്കുമെന്ന്. അത് ശരിയാട്ടോ. ഞാൻ ഇന്ന് ഒരു സുഖിയനൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല ഞങ്ങൾക്കിവിടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ അങ്ങനെയൊന്നും കിട്ടില്ല എന്ന്. അപ്പം നമുക്ക് തയ്യാറാക്കി കഴിക്കുകയുള്ളൂ രക്ഷ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് സുഖിയൻ തയ്യാറാക്കിയത്. ഞാൻ വിചാരിച്ചു സക്സസ് ആകത്തില്ലായിരിക്കും, പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എണ്ണ ഇച്ചിരി കുറവെന്ന് തോന്നുന്നു. കുഴപ്പമില്ല എങ്കിലും നമ്മൾ പലപ്പോഴും മടി പിടിച്ചിരിക്കുമ്പം ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അന്നേരം തയ്യാറാക്കി കഴിക്കുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് വല്ലതും ഇതുപോലെയൊക്കെ വാങ്ങിച്ചു തരുന്നത്. പക്ഷേ നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പോയി കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ആകെ കിട്ടുന്നത് സമൂസ, പിന്നെ പരിപ്പ് വട. ഞാൻ പല വീഡിയോകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിട്ടുന്നത് ജിലേബി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങൾ ബോണ്ടയോ പരിപ്പ് വടയോ അങ്ങനെയുള്ള ഒന്നും കിട്ടില്ല. പിന്നെ ഇതുപോലൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ തയ്യാറാക്കി കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ തപ്പി അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു പൊട്ടിപ്പോകുമെന്ന്. കുഴപ്പമില്ല, അത് തന്നെ പൊട്ടാതെ തന്നെ കിട്ടി. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് വേണേ ചക്ക വേരയിലും കായ്ക്കും. നമ്മൾ വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മളുടെ ആഹാരത്തിന്, നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും മലയാളികൾ എന്ന് പറഞ്ഞാൽ അതൊരു വെയിറ്റാണ്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കഴിക്കാത്ത ഭക്ഷണങ്ങളൊന്നും എന്താ ഉള്ളത്? പക്ഷേ ഇവിടുത്തുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർക്ക് അവർക്കൊന്നും അറിയത്തില്ല, സത്യത്തിലൊന്നും അറിയത്തില്ല. അവർക്കൊക്കെ വല്ല ഈ റൊട്ടി ഇങ്ങനെയുള്ള സമൂസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. അതേസമയം നമ്മൾ കേരളക്കാർ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കുന്നത്. ശരിയല്ലേ? ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല. ഞാൻ സുഖിയനൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുത്തു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഓക്കേ.